ഏവർക്കും അനുഗ്രഹ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്ലാസ് 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈബിളിനെ പറ്റി പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ബൈബിളിനെ പറ്റി പഠിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. Oh God Jesus, we thank you for this day. Thank you for giving one more day in our lives, Father. We commit this class into your hands. We pray that the kids watching this video will understand and be blessed and learn from this, oh God. We commit this session into your hands. In the mighty name of Jesus, Amen. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈബിളിലുള്ള പുസ്തകങ്ങളുടെ പേര് പഠിച്ചു അല്ലേ? ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരി അവി അതിനെപ്പറ്റി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. 66 works in God's holy word, telling the stories of Jesus my Lord. The books of the Bible I know so well, the books of the Bible I love to tell. Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, 1st and 2nd Samuel, Kings, Chronicles and Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Song of Solomon, Isaiah, Jeremiah, Lamentations, Ezekiel and Daniel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi and Matthew, Mark, Luke, John, the Acts, Romans, 1st and 2nd Corinthians, Galatians, Ephesians, Philippians, Colossians and Thessalonians too, Timothy, Titus, Philemon and Hebrews, then 1st and 2nd Peter, 1st and 2nd John, 3rd John, Jude and Revelation. സ്റ്റോറി ടൈം വന്നല്ലോ കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? അപ്പൊ ഞാനൊരു കഥ പറയാൻ പോവാം. ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന്റെ പേര് തോമച്ചൻ എന്നായിരുന്നു. തോമച്ചൻ ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങാൻ. അപ്പൊ തോമച്ചൻ ചേട്ടൻ എന്ത് ചെയ്തു? കുറേ ജോലിയെടുത്ത് കാറ് വാങ്ങിക്കാനുള്ള കാശ് ഉണ്ടാക്കി. എന്നിട്ട് ആള് ഒരു കാറ് വാങ്ങി. അപ്പൊ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഇങ്ങനെ നടക്കാണ്. കാറ് ഇപ്പൊ വരും. അത് കഴിഞ്ഞ് കാറ് വന്നു. കാറ് കൊണ്ടുവന്ന ചേട്ടൻ തോമച്ചൻ ചേട്ടനോട് പറഞ്ഞു, ഞാനിപ്പോ കാണിച്ചു തരാം കാർ എങ്ങനെയാ ഉപയോഗിക്കണേ എന്നൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തോമച്ചൻ ചേട്ടൻ പറഞ്ഞു, ഏയ് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ ആരോട് പറഞ്ഞു? ഈ കാറ് കൊണ്ടുവന്ന ചേട്ടനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കാറ് കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു, അന്നാ ശരി, ഒരു ബുക്ക് ഉണ്ട്, അതിൽ കാർ എങ്ങനെ ഉപയോഗിക്കണേന്ന് എഴുതിയിട്ടുണ്ട്, അത് ചേട്ടൻ വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കാറ് കൊണ്ടുവന്ന ചേട്ടൻ പോയി. അപ്പൊ തോമച്ചൻ ചേട്ടന് ഭയങ്കര സന്തോഷമായി. ആൾക്ക് കാർ ഓടിക്കാൻ ആഗ്രഹം വന്നു. അപ്പൊ ആള് ഡോറ് തുറക്കാൻ നോക്കിയപ്പോ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. കുറെ ആള് ട്രൈ ചെയ്തു. എന്നിട്ട് ആളിങ്ങനെ ചുറ്റും കാറിന്റെ ചുറ്റും ഇങ്ങനെ നടന്ന്, എന്താ ഡോറ് തുറക്കാത്ത, സ്റ്റക്ക് ആയേക്കെന്താണോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോഴാണ് തോമച്ചൻ ചേട്ടന്റെ കൂട്ടുകാരൻ മാത്തുക്കുട്ടി ഇങ്ങനെ നടന്നു തന്നത്. അപ്പൊ മാത്തുക്കുട്ടി പുതിയ കാറും തോമച്ചനും കണ്ടപ്പോ, ആ തോമച്ച പുതിയ കാറൊക്കെ വാങ്ങിയോ, നമുക്ക് ഒരുമിച്ച് റൈഡിനൊക്കെ പോണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ തോമച്ചന്, പിന്നെന്താ, നമുക്ക് പോവാൻ, വായോ കാറിൽ കയറാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാത്തുക്കുട്ടി പറഞ്ഞു, എന്നാ ഡോറ് തുറക്കുക, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ തോമച്ചനു, എന്താണെന്നറിയോ, വാതില് തുറക്കാൻ പറ്റില്ല, സ്റ്റക്കായെന്ന് തോന്നുന്നു എന്ന് മാത്തുക്കുട്ടിനോട് പറഞ്ഞു. അപ്പൊ മാത്തുക്കുട്ടി പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് കീ ഇല്ലാണ്ട് എങ്ങനെയാ വാതില് തുറക്കാൻ പറ്റാ എന്ന് ചോദിച്ചു. അപ്പൊ തോമച്ചൻ പറഞ്ഞു, ആ അതെ അതെ കറക്റ്റാ എന്ന് പറഞ്ഞിട്ട് കീ എടുത്തിട്ട് വാതില് തുറക്കാൻ നോക്കിയപ്പോ എന്നിട്ടും തുറക്കണില്ല. എന്നിട്ട് മാത്തുക്കുട്ടി വീണ്ടും ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ, ഇതല്ലല്ലോ കീ, ഇത് ഡിക്കിയുടെ കീ അല്ലേ. എന്നിട്ട് വേറെ കീ ഇട്ടോക്കാൻ പറഞ്ഞു. വേറെ കീ ഇട്ടോക്കിയപ്പോ വാതിൽ തുറന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കയറി. അത് കഴിഞ്ഞ് തോമച്ചൻ വണ്ടി ഓടിക്കാൻ നോക്കി. അപ്പൊ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോ കൂട്ടുകാരെ എന്താ പറ്റിയെന്നറിയോ? ഫ്രണ്ടിൽ പോകേണ്ട പകരം ബാക്കിലേക്ക് പോയി.
അതിൻ്റെ ഡും എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടായി. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ? വണ്ടി ചെന്ന് പിറകിലുണ്ടായി വലിയ മരത്തുമ്മ ചെന്നിടിച്ചു. അപ്പോൾ മാത്തുക്കുട്ടി തോമച്ചനോട് ചോദിച്ചു, ഇത് എന്താ തോമച്ച കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ തോമച്ച പറഞ്ഞു, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ മാത്തുക്കുട്ടി ഭയങ്കര ഷോക്ക്ഡായി. മാത്തുക്കുട്ടി ചോദിച്ചു, അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടല്ലേ ചെയ്തത്, അപ്പോൾ ബുക്കൊന്നും വായിച്ചില്ലേ, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും വായിച്ചില്ലേ? അപ്പോൾ തോമച്ചൻ പറഞ്ഞു, ഇല്ല ഞാൻ വായിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നറിയോ? നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകാനാണ് അല്ലേ? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകാനല്ലേ? അതിന് ദൈവം നമുക്കൊരു ബുക്ക് തന്നിട്ടുണ്ട്. അതിൽ എങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്താൻ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് വഴിയിലൂടെ നടക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് വായിച്ചിട്ട് അത് അനുസരിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. ബട്ട് ചിലവരുണ്ട്, നമ്മുടെ ഈ തോമച്ചൻ ചേട്ടനെ പോലെയുള്ളവർ, അവരെന്ത് ചെയ്യും? അവർ സ്വർഗത്തിൽ എത്തണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ എന്താ ചെയ്യണ്ടേ? അവർ ദൈവം പറഞ്ഞതൊന്നും അനുസരിക്കില്ല. അവർ വേറെ വഴിയിലൊക്കെ പോവും. അവർ സ്വന്തം വഴിയിൽ സ്വർഗത്തിൽ എത്താതെ നോക്കും. അങ്ങനെയുള്ളവരൊക്കെ എത്തും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കൂട്ടുകാർക്ക്? അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ബൈബിൾ നന്നായിട്ട് വായിക്കണം, ബൈബിളിൽ പറയുന്നതൊക്കെ അനുസരിക്കണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ എത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബൈബിളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബുക്ക്. ഇനി നമുക്ക് ഒരു മെമ്മറി വേഴ്സ് പഠിക്കാം. Praise Lord. All scripture is given by God, and all scripture is useful for teaching and for showing people what is wrong in their life. It is useful for correcting faults and teaching the right way to live. 2 Timothy chapter 3 verses 16. Hi Mama, you have to live every time. Read Bible. Hey, Bible is the best book. ഏറ്റവും നല്ല ബെസ്റ്റ് ബുക്കാണ് നമ്മുടെ ബൈബിൾ. മനസ്സിലായോ? Today we're going to talk about why the Bible is the best book in the world. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ബൈബിൾ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നതെന്ന്. It's God's book. അത് ദൈവത്തിന്റെ പുസ്തകമാണ്. Imagine a book that God has given to tell us all about himself. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം താൻ ആരെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് തന്ന ആ പുസ്തകത്തെക്കുറിച്ച്. And he wants to tell us how to get to heaven. ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു നമുക്കെങ്ങനെ സ്വർഗത്തിലേക്ക് പോകാമെന്ന്. You know, the Bible, somebody said that the Bible, we can expand the word Bible into basic instructions before leaving earth. ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ എന്ന ആ പുസ്തകത്തിൻ്റെ പേരിനെ ഓരോ അക്ഷരമായിട്ട് മാറ്റുമ്പോൾ ബൈബിൾ BIBLE എന്ന ആ അക്ഷരങ്ങൾ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്, അതായത് നമുക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശങ്ങൾ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഉപദേശം നൽകുന്ന ഒരു പുസ്തകമാണെന്ന്. Isn't that wonderful? അതൊരു അത്ഭുതകരമായ കാര്യമല്ലേ? Because we're not meant to live here forever. We're meant to go to heaven. നമ്മൾ ഈ ഭൂമിയിൽ സർവകാലവും ജീവിക്കാനുള്ളവരല്ല, കേട്ടോ. And God has given us the Bible to tell us how to get there with him. ഈ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് കൊച്ചുകൂട്ടുകാരെ നിങ്ങൾക്ക് അറിയാമോ? ഈ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്നുള്ള ആ വിവരങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. And you all remember how Thomachayan drove his car and what happened to him, right? നിങ്ങൾ നേരത്തെ ഒരു കഥ കേട്ടില്ലേ? തോമാച്ചൻ അങ്കിൾ എങ്ങനെയാണ് ആ കാർ ഓടിച്ചതെന്നും എന്നുള്ളൊരു കഥ നിങ്ങൾ കേട്ടില്ലോ? So that's what the Bible gives us. It gives us how to live our life, rules on how to live our life. പ്രിയപ്പെട്ടവരെ, ആ കഥയിൽ നമ്മൾ കേട്ടതുപോലെ ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു റൂൾ ബുക്കാണ് അത്. അതിൻ്റെ ഒരു മാർഗരേഖകളുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. So the Bible gives us answers to all the questions in our heart. കൂട്ടുകാരെ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള എല്ലാ ഉത്തരങ്ങളും അടങ്ങിയ ഒരു പുസ്തകമാണ് ബൈബിൾ. You know, we can ask people about
to clear our doubts, but there are some doubts that only God can clear. ചിലരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇതിൽ നിന്ന് ഉത്തരം പറയാൻ കഴിയും. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഒരിക്കലും മനുഷ്യനും കഴിയില്ല. എന്നാൽ ഈ ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. Like somebody said, God made each of us with a God-shaped hole on the inside, and only the Bible can fill that hole. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരാൾ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിന് പാർക്കുവാനും തക്കവണ്ണമുള്ള ഒരവസ്ഥയിലാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. So let us remember that, because that is something that can guide us throughout our entire life, the Bible. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മെ വഴി നടത്താൻ കഴിവുള്ള ഒരു ബെസ്റ്റ് ബുക്കാണ് ബൈബിൾ എന്ന് പറയുന്നത്. The next letter in the Bible is I. I stands for interesting. അടുത്ത അക്ഷരം I ആണ്. I എന്നാൽ രസകരം, ഇൻട്രസ്റ്റിംഗ് അഥവാ രസകരമാണ്. ബൈബിൾ ഒരു ഇൻട്രസ്റ്റിംഗ് പുസ്തകമാണ്, രസകരമായ പുസ്തകമാണ്. റിയലി? ശരിക്കും ബൈബിൾ ഒരു ഇൻട്രസ്റ്റിംഗ് പുസ്തകമാണോ? എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ the Bible consists of a lot of exciting but real stories. ബൈബിളിൽ നമ്മൾ കാണുന്നത് ഒരുപാട് ആവേശമുണർത്തുന്നതായിട്ടുള്ള കഥകളാണ്. ആവേശമുണർത്തുന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നടന്നതായിട്ടുള്ള കഥകളാണ് നമ്മൾ ബൈബിളിൽ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള കഥകളാണ് നമുക്ക് ആവേശമുണർത്തുന്നതായിട്ട് തോന്നുന്നത്. അഡ്വഞ്ചർ സ്റ്റോറീസ് ഇഷ്ടമാണോ? സാഹസിക കഥകൾ, യാത്രാ കഥകൾ, travel stories, all these are in the Bible. Some of us like spy stories, ചാരന്മാരുടെ കഥകൾ. പിന്നെ നമ്മൾക്ക് എങ്ങനെയുള്ള കഥകളാണ് ഇഷ്ടം? What kind of stories do we like? Love stories? Yeah? All these kinds of stories, all sorts of stories are there in the Bible. അങ്ങനെ എത്ര രസകരമായ കഥകളാണ് നമ്മുടെ ബൈബിളിലുള്ളത്. ഇങ്ങനെ ഇത്രയും രസകരമായ കഥകൾ നമ്മുടെ ബൈബിളിൽ ഉള്ളത് ശരിക്കും നടന്നിട്ടുള്ള കഥകളാണ്. അത് ഓർക്കണം. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ചാല് ബൈബിൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. The Bible teaches us a lot of things. What does it teach us? എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? It teaches us about God. ദൈവത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. It teaches us about ourselves. നമ്മളെ പറ്റി അത് പഠിപ്പിക്കുന്നു. നമ്മളെ കുറിച്ച് തന്നെ അത് പഠിപ്പിക്കുന്നു. It teaches us about sin. പാപത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. It teaches us about salvation. രക്ഷയെ പറ്റി അത് പഠിപ്പിക്കുന്നു. ബൈബിൾ നമ്മളെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര വലിയ സത്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കഥകളിലൂടെ, നടന്നിട്ടുള്ള കാര്യങ്ങളുടെ, ഈ ലോകത്തിലൂടെ നടന്ന മനുഷ്യരുടെ കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്ര വലിയ കാര്യങ്ങളാണ്. ബൈബിൾ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അല്ലേ? ആണല്ലേ? നമുക്ക് മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാല് ബൈബിളിൽ ഒരുപാട് തുടക്കങ്ങളുടെ കഥയാണ്. There are a lot of beginnings recorded in the Bible. What kind of beginnings? നമ്മൾ ചിലപ്പോൾ ആലോചിക്കാറില്ലേ? Don't we sometimes think, how did it all begin? How did it all start? Who was the first person who did that? എങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങിയത്? ആരാണ് ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്തത്? അങ്ങനെ ഒത്തിരി തുടക്കങ്ങളുടെ കഥകൾ നമ്മുടെ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. You want to know more? കൂടുതൽ അറിയണോ? ബൈബിൾ വായിച്ചു നോക്കൂ. എന്നിട്ട് then you read this, check out these questions. ഈ ചോദ്യങ്ങൾ കേട്ടു നോക്കുക. എന്നിട്ട് note down those questions. എഴുതി വെക്കുക ചോദ്യങ്ങൾ. എന്നിട്ട് ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. Find out the answers to those questions. I'll see you there. ചോദ്യങ്ങളുമായി ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ മഴ പെയ്തത് എപ്പോഴാണ്? ആദ്യത്തെ ഇരട്ടക്കുട്ടികൾ ആരാണ്? ആദ്യമായി കപ്പൽ പണിതത് ആരാണെന്ന് അറിയാമോ? ആദ്യത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഏതാ? പഠിക്കാതെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയ മനുഷ്യനാരാ? ആദ്യത്തെ നഗരത്തിന്റെ പേരെന്താ? ആദ്യം മരിച്ച മനുഷ്യനാരാ? In conclusion, what did we study about the letter I? I stands for interesting. Why is the Bible interesting? Because first of all, it consists of exciting but real stories. ആവേശമുണർത്തുന്നതും യഥാർത്ഥവുമായ കഥകൾ ഉള്ളതുകൊണ്ട്. രണ്ടാമത്തെ കാരണം, the second reason is
that the Bible teaches us a lot of things. Bible നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. What does it teach us? എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? It teaches us about God, ദൈവത്തെ കുറിച്ച്. It teaches us about ourselves, നമ്മളെ കുറിച്ച്. About sin, പാപത്തെ കുറിച്ച്. Salvation, രക്ഷയെ കുറിച്ച്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. All these things are taught in the Bible. And the third reason that we saw why is it interesting is that the Bible is a book of beginnings. The Bible is a book of a lot of beginnings. ഒരുപാട് തുടക്കങ്ങളുടെ കഥകൾ നമ്മളുടെ ബൈബിളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. You think the Bible is interesting, isn't it? Yes. Hi children. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, So we've been looking at what the word Bible stands for. ഓ നാം ബൈബിൾ എന്ന ആ വാക്കിന്റെ അക്ഷരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. Yes, B stands for best book. ഓ ആദ്യത്തെ അക്ഷരം ബി എന്ന് പറയുന്നത് ബെസ്റ്റ് ബുക്ക്. I stands for interesting book. ഓ ഐ എന്ന അക്ഷരം കാണിക്കുന്നത് രസകരമായ പുസ്തകം. And B stands for big book. ഓ മൂന്നാമത്തെ അക്ഷരം ബി വലിയ പുസ്തകം. So this is what we're going to talk about now. നാം ഇപ്പോൾ ആ ബിഗ് ബുക്ക് എന്നതിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. Yes, the Bible is a big book. ഓ ബൈബിൾ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പുസ്തകം തന്നെ. It's because it is a collection of 66 books. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? 66 പുസ്തകങ്ങൾ ഒന്നിച്ചു കൂടിയ ഒരു വലിയ പുസ്തകം. And it was written by 40 different authors. ഓ 40-ലധികം രചയിതാക്കളെ കൊണ്ട് എഴുതപ്പെട്ടതായിരിക്കുന്ന പുസ്തകം. And they took more than 1500 years to write this. ഓ 1500 വർഷത്തോളം എടുത്തു ഈ പുസ്തകം എഴുതുവാനായിട്ടേ. In the early days, the Bible writers, they used, sheets of papyrus and leather scrolls to write on them. ആ ആദ്യമ കാലഘട്ടങ്ങളിൽ ബൈബിൾ എഴുതിയിരുന്നത് പപ്പൈറസ് പ്ലാന്റുകളിൽ നിന്നും എടുക്കുന്ന പേപ്പറിലും അതുപോലെ തന്നെ തുകൽ ചുരുളുകളിലുമാണ് ബൈബിൾ എഴുതിയത്. Do you know what is papyrus? പപ്പൈറസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Come, let's take a look. നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ ഒരു കാര്യം നോക്കാം. ഹലോ, അറ്റൻഷൻ പ്ലീസ്. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം നേരത്തെ പറഞ്ഞല്ലോ, ബൈബിൾ തുകൽ ചുരുളുകളിൽ, ക്ലേ ടാബ്ലറ്റ്സിൽ, അതുപോലെ തന്നെ കല്ലുകളിലൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിൽ എഴുതിയിരുന്നത്. പിന്നീട് പപ്പീറസ് എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് രൂപപ്പെട്ട പേപ്പറുകളിലും എഴുതാൻ തുടങ്ങി. ഇവിടെ അതുണ്ടാക്കുന്നൊരു വിധമാണ് കാണിക്കുന്നത്. ആ ചെടിയുടെ തണ്ട് ആ മനുഷ്യൻ അത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടോ? അങ്ങനെ കട്ട് ചെയ്ത ആ പീസ് എടുത്തിട്ട് അതിന് നടുക്കക്കൂടെ കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് അത് ചെറുതാക്കിയാണ് അദ്ദേഹം. അങ്ങനെ ഇത് ഈജിപ്തുകാർ ചെയ്യുന്നൊരു സ്റ്റൈലാണത്. അങ്ങനെ ചെയ്തിട്ട് അവർ അതിനെ ഒരു കല്ലൊക്കെ ഉപയോഗിച്ച് ചതയ്ക്കും, കനം കുറവിൽ. അതിനുശേഷം അത് പരത്തിയ അത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കും, അടുപ്പിച്ചടുപ്പിച്ച് ചേർത്ത് വയ്ക്കും. കണ്ടോ? എന്നിട്ട് അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഭാരമുള്ള സാധനത്തിന് മേലെ കയറ്റി വെച്ച് അമർത്തും, പ്രസ് ചെയ്യും. കണ്ടോ? അങ്ങനെ പലവട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ രണ്ട് കല്ലിനിടയിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ആ ഷീറ്റ് കൊണ്ടുപോയി ഉണക്കാൻ വയ്ക്കും. കണ്ടോ? ഇപ്പോൾ അവർ ആ ഷീറ്റ് അതിൻ്റെ മേലെ കണ്ടോ അത് പ്രസ് ചെയ്തു. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി അവർ അത് ഉണക്കാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ ഉണക്കാനായിട്ട് വെച്ച ആ കടലാസ് കണ്ട 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 ഒരു പേപ്പർ പോലെയായി. ഇങ്ങനെയാണ് ആ പപ്പീറസ് ഇതിൽ നിന്ന് വന്നതാണ് പേപ്പർ എന്ന പദം വന്നത്. പിൽക്കാലത്തുള്ള ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് ഒക്കെ നടന്നത്
ബൈബിൾ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ വചനമാണ് ആദ്യമായിട്ട് പ്രിൻറ്റിങ്ങിലേക്ക് വന്നത്. അതിലെഴുതുന്നത് കണ്ടവർ എഴുതുകയും പെയിൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും, ചിത്രങ്ങൾ രചന ഒക്കെയും ചെയ്യാൻ കഴിയും. എന്നാൽ ആദ്യമായിട്ട് പ്രിൻറ്റിങ്ങിലേക്ക് വന്നത് ബൈബിളാണ്. കണ്ടവർ അങ്ങനത്തെ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടോ? ഇത് നല്ല ആയുസ്സുണ്ട് ഇതിന്. ഇത് ഈ പറയുന്ന പപ്പിയറസ് സ്റ്റഡിയിൽ നിന്ന് എടുക്കുന്ന ഇതുപയോഗിച്ച് ചെയ്യുന്ന ആ പേപ്പറുകൾക്ക് ഒത്തിരി ആയുസ്സുണ്ട്, ഒത്തിരി നാളുകൾ നിൽക്കും. So children, കൂട്ടുകാരെ, these were the kind of papyrus sheets on which the early Bible writers used to write on with their hand. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ പപ്പൈറസ് ഷീറ്റിൽ ഉപയോഗിച്ചിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവവചനമായിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ എഴുതിയിരുന്നത്. But do you know, the Bible has the credit of being the first book to be printed. എന്നാൽ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള കാര്യം എന്തെന്നറിയാമോ? പ്രഥമമായിട്ട് ആദ്യമായിട്ട് ഈ ഭൂമിയിൽ പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. Yes, the Bible is also big because there are more copies of the Bible in the world today than any other book in the world. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ അതിൻ്റെ ആ ക്രെഡിറ്റ് ഉള്ളത് ബൈബിളിനാണ്. There are few copies in my hand, but there are so many copies available all around the world. എൻ്റെ കയ്യിൽ ഏതാനും ചില പുസ്തകങ്ങളുടെ കോപ്പികളേ ഉള്ളൂ, പക്ഷേ ലോകത്തിൽ അനേകം കോപ്പികൾ ബൈബിളിൻ്റെതായിട്ടുണ്ട്. And also the Bible is big in the sense that it has a big influence on people. രണ്ടാമത്തെ കാര്യം, ബൈബിളിന് അനേകം മനുഷ്യലോകത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് ബൈബിളിൻ്റെ മറ്റൊരു പ്രത്യേകത. The Bible has changed so many lives for the better. നിങ്ങൾക്കറിയാമോ, അനേകരുടെ തകർന്ന ജീവിതത്തെ, അനേകരുടെ മോശമായ ജീവിതത്തെ മാറ്റിമറിച്ച് അനുഗ്രഹമാക്കുവാൻ ബൈബിളിന് കഴിഞ്ഞു. And not only individual lives, but even homes and countries have been blessed. വ്യക്തിപരമായ കാര്യം മാത്രമല്ല, കുടുംബജീവിതത്തെ, സമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെ പുനർനിർമ്മിക്കുവാൻ ബൈബിളിന് കഴിഞ്ഞിട്ടുണ്ട്. So that's why this Bible is big. അതുകൊണ്ടുകൂടിയാണ് ബൈബിൾ ഒരു ബിഗ് ബുക്ക് എന്ന് പറയാൻ കാരണം. Yes, it is a big book because of its big collection of books. ഒന്നാമത്തെ കാര്യം, അത് വലിയ ഒരു കൂട്ടം പുസ്തകങ്ങൾ ഒന്നിച്ചു ചേർന്ന പുസ്തകമായതുകൊണ്ട് അതിന് ബിഗ് ബുക്ക് എന്ന് പറയുന്നു. And its big number of copies. അതിന് ഒത്തിരി പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കോപ്പീസ് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ ബിഗ്. And its big great influence on the people. അതുകൂടാതെ അനേക ജീവിതങ്ങൾ, അനേക രാഷ്ട്രങ്ങൾ, അനേക സമൂഹങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ അത്ഭുതകരമായ പുസ്തകം, ബിഗ് ബുക്ക്. And I'd like to say something wonderful about the Bible. എനിക്ക് നിങ്ങളോട് ബൈബിളിനെ കുറിച്ച് അത്ഭുതകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. You know, it's been in existence for more than 2000 years. 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിലധികം പഴക്കമുള്ളതാണ് ഈ ബൈബിൾ എന്ന പുസ്തകം. And you know, so many people and governments and groups have tried to destroy it. നിങ്ങൾക്കറിയാമോ കൊച്ചു കൂട്ടുകാരെ, ഈ പുസ്തകം, ബൈബിൾ എന്ന ഈ ദൈവത്തിൻ്റെ പുസ്തകം, അത് നശിപ്പിച്ച് കളയുവാൻ, അത് ഇല്ലാതാക്കുവാൻ, അതിനേക്കുള്ള ഓർമ്മ പോലും നഷ്ടപ്പെടുത്തി കളയുവാൻ പല ഗവൺമെൻറ്റുകൾ, പല രാജാക്കന്മാർ, പല ഭരണാധികാരികളൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. But nobody has ever succeeded. ആർക്കും, കേൾക്കണമേ, ആർക്കും അതിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. It's because it's God's word. എന്താ കാരണം എന്നറിയാമോ? അത് ദൈവത്തിൻ്റെ വചനമാണ്. And God has a purpose in giving us the Bible. ദൈവം നമുക്ക് ഈ പുസ്തകം തന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. He wants us to read it and learn about Him every day. കേട്ടോ, ദൈവം ആഗ്രഹിക്കുന്നത് നാം അത് വായിക്കണം, നാം അത് മനസ്സിലാക്കണം, നാം അത് പഠിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. So I'm going to ask you,
Do you read the Bible every day? അങ്കിള് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും ഈ ദൈവവചനമായ ബൈബിള് വായിക്കാറുണ്ടോ? And the Bible has many layers of meaning. ബൈബിളിലെ കാര്യങ്ങളിൽ ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. So when you're 10 years old, God has something to tell you, and when you're 60 years old, God has something to tell you from the same line. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു വാക്യം വായിക്കുമ്പോൾ നിങ്ങളൊരു 10 വയസ്സുകാരിയായ കുട്ടിയാണെങ്കിൽ, ഒരു 12 വയസ്സായ കുട്ടിയാണെങ്കിൽ, ഒരു 8 വയസ്സായ കുട്ടിയാണെങ്കിൽ ആ ബൈബിളിൽ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്നാൽ അത് വായിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിലോ അദ്ദേഹത്തോടും സംസാരിക്കാൻ ദൈവവചനമായ ബൈബിളിന് കഴിയും. Only God could write a book like that. ദൈവത്തിനു മാത്രമേ അതുപോലൊരു പുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ തരുവാൻ കഴിയുകയുള്ളൂ. It's a classic and it's a masterpiece. And God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീതയില്ലേ? അപ്പൊ മുസ്ലിംസിന് ഖുറാനില്ലേ? അതുപോലെയല്ലേ ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ? ആണമ്മേ? അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനം സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ദൈവമല്ലേ സകല മനുഷ്യരെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ വചനം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ അങ്ങനെ ഒന്നുമില്ല. കേട്ടോ? മനസ്സിലായോ? Last letter of the word Bible, the letter E. കൊച്ചു കൂട്ടുകാരെ, നാം ഇതാ നമ്മുടെ ഈ പഠനത്തിന്റെ അവസാന ബൈബിളിന്റെ അവസാന ലെറ്ററിലേക്ക് വന്നിരിക്കുക. ആ ലെറ്റർ എന്താണ്? E. E stands for everybody's book. ഈ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും പുസ്തകം. Yes, this Bible is for everybody in the world. ഈ ബൈബിള് എല്ലാ മനുഷ്യരുടെയും പുസ്തകമാണ്. It doesn't matter to which country or religion you belong to. ഏത് രാജ്യത്തിലുള്ളവരാണെന്നോ ഏത് മതത്തിലുള്ളവരാണെന്നോ അങ്ങനെ ഒരു വിഷയമില്ലാതെ എല്ലാവരുടെയും പുസ്തകമാണ് ബൈബിൾ. It doesn't matter which caste or class of society or creed or tribe that you belong to. നിങ്ങൾ ഏത് ട്രൈബാണെന്നോ സമൂഹത്തിലെ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെന്നോ ഏത് കാസ്റ്റ് ആണെന്നോ ഒരു വിഷയമില്ലാതെ സകലർക്കുമായുള്ളൊരു പുസ്തകം, എല്ലാവരുടെയും പുസ്തകം. It doesn't matter which language you speak, the Bible is for each one of you. ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതൊരു വിഷയമേ അല്ല, ഇതെല്ലാവരുടെയും പുസ്തകം. That is why the Bible is the most translated book in the world. നിങ്ങൾക്കറിയാമോ, അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകം, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പുസ്തകം ബൈബിൾ അത്രേ. It has been translated in over 1,000 languages. 1000-ലധികം ഭാഷകളിലേക്ക് ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. And it doesn't matter whether you're a boy or a girl, your age doesn't matter at all. നിങ്ങളൊരു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണോ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെന്നോ യാതൊരു വിധത്തിലുള്ള പക്ഷഭേദമില്ലാതെ ഈ പുസ്തകം എല്ലാവർക്കുമുള്ള പുസ്തകമാണ്. Yes, the Bible is for each one of you, dear little kids. പ്രിയ കുഞ്ഞു കൂട്ടുകാരെ, ഈ പുസ്തകമുണ്ടല്ലോ ബൈബിൾ, ഇത് എല്ലാവർക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള പുസ്തകമാണ്. So let's go through what the Bible stands for once again. Let's have a recap. നാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. Do you remember? ഓർക്കുന്നുണ്ടോ? The first letter B. ഒന്നാമത്തെ അക്ഷരം B. B
B stands for B stands for best book. oh best book. I stands for I എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? interesting book. ഓ രസകരമായ പുസ്തകം. And B again. വീണ്ടും B. B stands for B എന്തിനു വേണ്ടി നിൽക്കുന്നു? big book. വലിയ പുസ്തകം. And the letter L stands for ഓ നാലാമത്തെ അക്ഷരം L എന്ന് പറയുന്ന അക്ഷരം എന്തിനെ കുറിച്ച്? lasting book. ഓ അത് നിലനിൽക്കുന്ന പുസ്തകം. And finally, the letter E stands അവസാനം for അവസാനത്തെ ഈ എന്ന അക്ഷരം കാണിക്കുന്നത് everybody's book. എല്ലാവരുടെയും പുസ്തകം. So children, കൊച്ചുകൂട്ടുകാരെ, this book which is for everybody, ഈ ബുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. God has given us this book to know how to get to heaven. ഈ പുസ്തകം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ട വഴിയെക്കുറിച്ച് പറഞ്ഞു തരുവാനാ. And unless we read it, we will not know it. നാം അത് വായിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ? Maybe as little children you may not understand a few things, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരികയില്ല. but most of it you will be able to read, to understand and obey. എന്നാൽ ഇതിലെ ഭൂരിപക്ഷം കാര്യങ്ങളും നിങ്ങൾക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെ പിന്തുടരുവാനും കഴിയും. So dear children, make it a habit to read your Bible every day. ഓ ഞാനൊരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ബൈബിൾ വായിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റണം. And obey what it says. ഓ പ്രത്യേകമായിട്ട് ആ വായിച്ച കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? നാം അനുസരിക്കണം. You will be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. God bless you. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു മെമ്മറി വേഴ്സ് പഠിച്ചാലോ? പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്നു. യെശയ്യാവ് 40:8. ഇനി നമുക്ക് ഒരു പാട്ട് പഠിക്കാം. കേട്ടോ കൂട്ടുകാരെ? ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മള് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റി ഒരു പാട്ട് പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ പാടാം. പഴയ നിയമ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യസംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാര്, 1-2 ദിനവൃത്താന്തം, എസ്ര, നെഹെമ്യാവ്, എസ്തർ, യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സമപ്രസംഗി, ഉത്തമഗീതം, യെശയ്യാവ്, വിലാപങ്ങൾ, യെസെക്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖായും, നാഹും, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സെഖര്യാവ്, മലാഖി. അങ്ങനെ 39 പുസ്തകങ്ങൾ നാം പാടി പഠിച്ചു. ഹായ് കൂട്ടുകാരെ, ഇപ്പൊ നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളെ പറ്റി ഒരു പാട്ട് പാടാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, കൂടെ പാടണം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ, റോമർ, 1 കൊരിന്ത്യരും 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, 1-2 തെസ്സലോനിക്കർ, 1-2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലിമോൻ, എബ്രായർ, യാക്കോബ്, 1-2 1-2 3
ലോർഡ്. ഹലോ കുട്ടികളെ, പാട്ടൊക്കെ കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എല്ലാവരും ബൈബിൾ എന്ന ബിഗ് ബുക്കിൽ കുറേ പുസ്തകങ്ങൾ ഉണ്ടെന്നൊക്കെ പഠിച്ചല്ലേ? ഈ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും പേരുകൾ നമുക്ക് പഠിക്കണ്ടേ? ബൈബിളിലെ പുസ്തകങ്ങളൊക്കെ 2 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങൾ, പുതിയ നിയമ പുസ്തകങ്ങൾ. ഇതെല്ലാം പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന് 2 ഷീറ്റുകളുണ്ട്. ഇത് 1ാമത്തെ ഷീറ്റ്, ഇത് 2ാമത്തെ ഷീറ്റ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങളുടെ പേരും വയസ്സും അയച്ചു തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷീറ്റുകൾ വാട്സാപ്പ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ ഷീറ്റുകൾ ഒന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ പിക്ചർ നോക്കാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങൾ. ഒരു ഷെൽഫിൽ അടുക്കി വെച്ച പോലെ പുസ്തകങ്ങൾ കാണിച്ചിരിക്കുന്നതുണ്ടോ? ഈ പുസ്തകങ്ങളുടെ മേലൊക്കെ നിങ്ങൾ അതിൻ്റെ പേരുകൾ നിങ്ങൾ എഴുതണം. ഓരോ പുസ്തകത്തിൻ്റെ പേരും എഴുതണം. 1ാമത്തെ പുസ്തകം എന്താ? പഴയ നിയമങ്ങളിൽ ഉൽപ്പത്തി, ഇംഗ്ലീഷിലാണെങ്കിൽ ജെനസിസ് അല്ലേ? പഴയ നിയമ പുസ്തകങ്ങൾ എത്രയുണ്ട്? 39. അപ്പോൾ ഈ 39 പുസ്തകങ്ങളുടെ പേരുകൾ നിങ്ങൾ ക്രമമായിട്ട് തെറ്റാതെ നോക്കി എഴുതണം. അടിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അടുത്ത ഷീറ്റാണ് പുതിയ നിയമ പുസ്തകങ്ങൾ. പുതിയ നിയമ പുസ്തകങ്ങൾ എത്ര ഉണ്ട്? 27. അതിലെ ആദ്യത്തെ പുസ്തകം ഏതാ? മത്തായി. ആ പുസ്തകങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഈ ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പേരുകൾ ക്രമമായിട്ട് എഴുതണം. ഒരു പേപ്പർ ഞാൻ എഴുതിയ ഒരു പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കളർ ചെയ്യാം. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? ഇതുപോലെ കളർ ചെയ്ത് ഭംഗിയാക്കി വെച്ച് നിങ്ങൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി വായിച്ച് നിങ്ങളെല്ലാവരും ഈ പേരുകളെല്ലാം പഠിക്കണം. എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ഈ ബൈബിൾ ബുക്സിന്റെ പേരുകളെല്ലാം പഠിച്ച് അത് ക്രമമായിട്ട് ചൊല്ലി അതൊരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരണം. മാത്രമല്ല ഒരു കാര്യം മറക്കരുത്, ഈ പറഞ്ഞു തരുന്ന ആക്ടിവിറ്റി ഷീറ്റ് എല്ലാം നിങ്ങൾ കളയാതെ സൂക്ഷിച്ചു വെക്കണം. അതെല്ലാം ഒരു ഫയൽ ചെയ്ത് വെക്കണം. ഈ പ്രാവശ്യത്തെ ആക്ടിവിറ്റി ഷീറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ബൈബിളിലെ ഉള്ളടക്കത്തിൽ നിന്നും ചില രസമുള്ള കാര്യങ്ങളൊക്കെ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഷീറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞങ്ങൾ വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഫയൽ ചെയ്ത് വെക്കണം, അതെല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.